എല്ലാം കട്ടുമുടിച്ചു. അവസാനം ശബരിമലയിലും കയറി കട്ടു. ഉളുപ്പ് വേണ്ടടോ. ഖജനാവ് കട്ടു തീർന്നപ്പോ ശബരിമലയിലും കയറി കട്ടു. ഇനിയിപ്പം ബാക്കി ആകെ കേരളത്തിലുള്ളത് കുറച്ച് മനസ്സമാധാനവും മതസൗഹാർദ്ദമാണ്. അത് ഗോവിന്ദന്റെ ജാതിയും കൂടി കഴിഞ്ഞതോടുകൂടെ ഗോവിന്ദ അതും തീർന്നു. ആ ജാഥ തുടങ്ങി അവസാനം എത്തുന്നത് വരെ ഇയാൾക്ക് ഇതാണ്, വേറെ വർത്താനൊന്നുമില്ല. വേറെ അയാൾ പറഞ്ഞ തമാശ കാര്യങ്ങള്. തുടർഭരണം കിട്ടിയാൽ പാവങ്ങൾ എന്ന പ്രയോഗം മലയാള ഭാഷയിൽ നിന്ന് തന്നെ ഇല്ലാതെയാവും. എന്തൊരു പണ്ഡിതനാണ് സലീം കുമാർ പറഞ്ഞാൽ. ഭയങ്കര പണ്ഡിതനാണെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ സലീം കുമാർ? അതുപോലെയാണ്, ഭയങ്കര പണ്ഡിതനാണ്. ശരിയാണ്. ഗോവിന്ദൻ പാവങ്ങൾ എന്ന പേര് പോയി. ഇനി പാവ എന്ന പേരായിരിക്കും മലയാള ഭാഷയിൽ ഉണ്ടാവുക. ഗോവിന്ദൻ പാവ, ഇ പി ജയരാജൻ പാവ, ഡിവൈഎഫ്ഐ പാവ, CPM എന്ന പാവ, പിണറായി വിജയന്റെ കയ്യിലെ വിരലിനനുസരിച്ച് ചലിക്കുന്ന വെറും പാവ എന്ന പേര് ഇനി ഈ 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകൂ എന്നത് ഉറപ്പാണ്. നിങ്ങൾ പാവങ്ങൾ എന്ന പ്രയോഗം ഇല്ലാതാവുന്നല്ലേ പറഞ്ഞത്? എന്നാൽ നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയ ശേഷം മലയാള ഭാഷയിലേക്ക് വന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഒന്ന് കാരണഭൂതർ, ഒന്ന് കടക്ക് പുറത്ത്, ഒന്ന് പരനാറി, ഒന്ന് മഞ്ഞക്കുട്ടി, ഒന്ന് അമ്പലക്കള്ളൻ, ഒന്ന് ബഹുജനം, ഒന്ന് പൗരപ്രമുഖൻ, ഒന്ന് ഇരട്ടച്ചങ്ക്, മറ്റൊന്ന് ഊരിപ്പിടിച്ച വാള്, അതും കഴിഞ്ഞ കപ്പിത്താനും. ഇത് മലയാള ഭാഷയിൽ നിങ്ങൾ 10 കൊല്ലം കൊണ്ടുവന്നിട്ടുള്ള വലിയ ഒരു കാര്യം സഖാക്കൾ മനസ്സിലാക്കിയിട്ടോ. പാവങ്ങൾ എന്ന പദത്തിന് പകരം പൗരപ്രമുഖൻ എന്ന പദം മലയാള ഭാഷയിലേക്ക് വരികയല്ല ചെയ്തത്. പാവങ്ങൾ എന്ന പേര് വെട്ടി അവിടെ പൗരപ്രമുഖൻ എന്ന പേര് വെക്കുന്നത് CPM എന്ന് പറയുന്ന മുതലാളിത്ത പാർട്ടിയുടെ നിഘണ്ടുവിലാണ്, മലയാള ഭാഷയിലല്ല. അവിടെയാണ് നിങ്ങൾ ഈ ഇയാളുടെ ജാഥയിൽ ഈ എന്താണ് ബംഗാളിലെ സഖാക്കളെ കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നൊക്കെ നമ്മൾ കേട്ടു. ജാഥക്ക് ഒരു ഇമ്പുണ്ടാക്കാനാണ്. അതൊക്കെ നമ്മൾ അങ്ങനെ കുറ്റം അറിയേണ്ട കാര്യമൊന്നുമില്ല. ജാഥയിൽ ആ ജാഥ ഇവന്റ് മാനേജ്മെന്റ് മാത്രമുള്ള ഒരു ജാഥയാണ്. പക്ഷെ ഒരു സാധു മനുഷ്യനെ ഒരു 4 ദിവസം മുമ്പ് ബാലുശ്ശേരിക്കടുത്ത് ആ മനുഷ്യനെ സ്റ്റേജിലേക്ക് പിടിച്ചു വലിച്ച് ഞാൻ എന്നും വരുമ്പോൾ ആ സീന് കണ്ടു. അയാളുടെ കൈ ഇങ്ങനെ വറക്കനുണ്ട്. അയാളോട് പറഞ്ഞു കൊടുത്ത വാചകം തെറ്റാതെ പറഞ്ഞോ എന്ന് അയാൾ ക്യാമറയിലേക്ക് ആ വൃദ്ധൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അയാള് 2000 രൂപ കൊടുത്തിട്ട് പറയാൻ, ഇതാ 2000, UDF വന്ന ഇനി ആ പെൻഷനും കൂടെ കിട്ടൂല. അപ്പം ഗോവിന്ദൻ എന്ന് പറയുന്ന മഹാമനുഷ്യൻ ആ 2000 അദ്ദേഹത്തിന്റെ കീശയിലേക്ക് ഇട്ടുകൊടുക്കുന്ന സീനൊക്കെ ഉണ്ട്. എന്തൊരു മനോഹരമായ, എന്ത് തല്ലിപ്പൊളി കാസ്റ്റിംഗ് ആണോ CPM-കാരാ. ഈ ഗോവിന്ദനോട് കുറച്ച് നന്നായി അഭിനയിക്കാനെങ്കിലും പറയും. ഈ MP നികേഷ് കുമാറിനെ പോലത്തെ അരസികന്മാരായ ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ജാതി നാടകങ്ങളൊക്കെ മലയാളികളെ കളിയാക്കുന്നതല്ലേ നിങ്ങൾ എന്തിനാ ഈ പാവങ്ങൾ എങ്ങനെ ഈ നിങ്ങളുടെ നാടകത്തിന് ഉപയോഗിക്കുന്നത്? ഈ പാവങ്ങൾ, ആ മനുഷ്യന്റെ മുഖത്തെ ഒരു ധൈര്യത നിങ്ങൾ നോക്ക്. 2000 രൂപ ഒരു വലിയ സംഖ്യയാണ് എന്ന് നിങ്ങളോട് ആരാടോ സഖാവേ പറഞ്ഞത്? നിന്റെ പിണറായി വിജയൻ കക്കുന്നത് 2000 കോടിയാണ്, അറിയാം നിനക്ക്. എന്നിട്ട് 2000 രൂപ കിട്ടിയ ഒരു പാവം മനുഷ്യനെ നാടകത്തിന് വേണ്ടി സ്റ്റേജിൽ കയറ്റുക. ഇവിടെയൊക്കെ കണ്ടല്ലോ, അതിദരിദ്രരില്ല എന്ന് പറയുന്ന ഹോർഡിങ് കണ്ടിട്ടുണ്ടോ? ഈ പിണറായിയും MP ഗോവിന്ദനൊക്കെ വലിയ കുപ്പായക്കെട്ടുകൾ നിൽക്കുക. എന്നിട്ട് കുറെ സാധുക്കൾ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഫോട്ടോ നിൽക്കുക. നിങ്ങളാരാ ഈ രാജ്യത്തെ രാജാക്കന്മാരാണ്? നിങ്ങളെ ഏത് തരത്തിലാണ് ഈ നാട്ടിലെ പാവം മനുഷ്യരെ എത്ര മോശമായിട്ടാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത്? ഒരു കാര്യം സഖാക്കൾ ഓർത്തോ, നിങ്ങളുടെ ഈ ജാഥ കടന്നു പോകുന്ന വഴികളിലൊക്കെ മനുഷ്യൻ ബാക്കിയാക്കി വെച്ച ചില ചോദ്യങ്ങളുണ്ട് നിങ്ങളോട് ചോദിക്കാൻ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് VD സതീശൻ ഒരു ജാഥയുമായി കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നത്. ഓർത്തോ നിങ്ങൾ?